തായ്ലൻഡിൽ നിന്നും കംബോഡിയയിലേക്ക് അതിർത്തി കടന്നെത്തിയ F-16 യുദ്ധവിമാനം ബോംബിട്ട് തകർത്തു. 12 പേർ മരിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ 11 പേരും സാധാരണ പൗരന്മാർ. തായ്ലൻഡിന്റെ 6 F-16 വിമാനങ്ങൾ അതിർത്തി ഭേദിച്ചുവെന്നും ഇതിലൊന്നാണ് തകർത്തതെന്നും കംബോഡിയ അറിയിച്ചു. സൈനിക ലക്ഷ്യമാണ് തകർത്തതെന്ന് തായ്ലൻഡും വ്യക്തമാക്കി. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവയ്പുണ്ടായി. കംബോഡിയയുമായുള്ള അതിർത്തി അടച്ചതായി തായ്ലൻഡ് വ്യക്തമാക്കി. അതിർത്തിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ചു. 817 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ളത്. കംബോഡിയ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് അവരാണ് ഈ അതിർത്തി നിർണയിച്ചതെന്നതും ഏറെ ശ്രദ്ധേയം. ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നെങ്കിലും താ മൗൻ തോം, താ മുൻ തോം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ ചുറ്റിപ്പറ്റി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിർത്തിയിലെ പല മേഖലകളെ ചൊല്ലി ദീർഘനാളായി തർക്കങ്ങളുണ്ട്. കംബോഡിയയും തായ്ലൻഡും ലാവോസും കൂടിച്ചേരുന്ന എമറാൾഡ് ട്രയാങ്കിൾ എന്ന പോയിന്റിന് സമീപമുണ്ടായ വെടിവയ്പിൽ കംബോഡിയൻ സൈനികൻ ഈ വർഷം മെയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെയാണ് സംഘർഷമുണ്ടായത്. ആ സംഘർഷം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്.